ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ റിവ്യൂ പറയുന്നത് ഡിഞ്ചിത് അയ്യത്താൻ സംവിധാനം ചെയ്ത കിഷ്കിന്ദ കാണ്ഡം എന്ന സിനിമയെക്കുറിച്ചാണ്. അപ്പോൾ ഈ സിനിമയിൽ പ്രധാനമായിട്ടും അഭിനയിച്ചിരിക്കുന്ന നമ്മുടെ ആസിഫ് അലി, അതുപോലെ വിജയരാഘവൻ, അപർണ ബാലമുരളി, ജഗദീഷ്, അശോകൻ തുടങ്ങിയവരാണ്. മെയിനായിട്ട് ഈ മൂന്ന് കഥാപാത്രങ്ങളാണ് വിജയരാഘവനും അപർണ ബാലമുരളിയും അതുപോലെ ആസിഫ് അലിയുമാണ്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തൊരു മികച്ച കഥാപാത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിനയിച്ച എല്ലാവരും തന്നെ ഒന്നിനൊന്ന് പെർഫോം ചെയ്യുന്നവരാണ്. ഇതിനകത്ത് നായകൻ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് വിജയരാഘവനാണെന്ന് പറയാൻ പറ്റും. ഒരു സൈഡിൽ നോക്കിയാൽ വിജയരാഘവനും മറ്റൊരു സൈഡിൽ നോക്കിയാൽ ആസിഫ് അലി, രണ്ടുപേരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ അപർണ ബാലമുരളിയിൽ മികച്ച രീതിയിലുള്ള ഒരു കഥാപാത്രമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഈ ഫിലിം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഗജനി സിനിമ ഓർമ്മ വന്നു, അതുപോലെ ദൃശ്യം സിനിമയുടെ കുറച്ച് പാർട്ടൊക്കെ ഓർമ്മ വന്നു. അപ്പം അത്രയ്ക്ക് നല്ലൊരു മേക്കിംഗ് ആണിത്. ഈ പടം വെറും 2 മണിക്കൂർ 5 മിനിറ്റേ ഉള്ളൂ. അപ്പം നമ്മൾ വിചാരിക്കും ഒരു അരമണിക്കൂറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് പോകും. അപ്പോൾ ചില സിനിമയൊക്കെ കണ്ടാൽ നമുക്ക് ഭയങ്കരമായിട്ട് ലാഗ് തോന്നില്ലേ? പക്ഷെ നമുക്ക് ഈ സിനിമ സ്ലോ പേസിലാണെങ്കിൽ കൂടി ഈ സിനിമ നമ്മളെ ഒട്ടും ലാഗ് അടിപ്പിക്കുന്നില്ല. കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകും. ഈ സിനിമയ്ക്ക് നമ്മളെ ഒന്ന് ആകർഷിച്ചെടുത്ത് നിർത്താനുള്ള ഒരു പ്രത്യേകതരം ഒരു ഫീല് നമ്മളെ തോന്നിപ്പിക്കുന്ന തരത്തിലാണ് അവർ എടുത്തു വെച്ചിരിക്കുന്നത്. ഈ ഫിലിം അങ്ങനത്തെ രീതിയിലാണ്. അപ്പോൾ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് ബാഹുൽ രമേശാണ്. വളരെ ബ്രില്യൻ ക്യാമറ വർക്കാണ്. അതുപോലെ തന്നെ ആ ഒരു സൗണ്ടൊക്കെയാണ് തന്നെ നമുക്ക് ഒരു അറ്റ്മോസ്ഫിയറിന് ചേർന്ന രീതിയിലുള്ള സൗണ്ടാണ്. നമുക്ക് ഈ സിനിമയെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ കഴിയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലായി പോകും. നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കേണ്ട ഒരു ഫിലിം തന്നെയാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു ഫാക്ടർ എപ്പോഴും കിട്ടിക്കോണമെന്നില്ല. പക്ഷെ നമുക്കത് ക്ലൈമാക്സ് എൻഡിങ്ങിലൂടെയൊക്കെ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ട്വിസ്റ്റ് ആൻഡ് ടേണൊക്കെ ഈ സിനിമയ്ക്കകത്തുണ്ട്. അപ്പോൾ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നവർ ഞാൻ പറഞ്ഞല്ലോ, വിജയരാഘവനാണ് എൻ്റെ അഭിപ്രായത്തിൽ ഇതിനകത്തൊരു മെയിൻ ക്യാരക്ടർ എന്ന് പറയാം. അതുപോലെ അച്ഛനോട് വളരെയധികം അട്രാക്ഷൻ, അതുപോലെ അറ്റാച്ച്മെൻറ്റ് ഉള്ള ഒരു മകൻ്റെ റോളായിട്ടാണ് നമ്മുടെ ആസിഫ് അലി ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ആ ഒരു സെക്കൻഡ് ഹാഫിലോട് ചേർന്ന് അദ്ദേഹത്തിൻ്റെ കുറച്ച് ഇമോഷണൽ രംഗങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഒരിക്കലും മറ്റൊരു ആക്ടറുമായിട്ട് കമ്പയർ ചെയ്യരുത്. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ മോഹൻലാലിനോടോ അതുപോലെ ദിലീപിനോടോ ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു രംഗങ്ങളിൽ നമുക്ക് അത്ര ഇങ്ങോട്ട് കമ്പാരിസൺ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വെച്ച് ഞാൻ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസാണ് നമ്മുടെ ആസിഫ് അലി ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ വർത്ത് വാച്ചിങ് ആയിട്ടുള്ളൊരു ഫിലിമാണ്. നമ്മൾ ഓണത്തിന് ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയ ഒരു മികച്ച പടം എന്ന് തന്നെ പറയാം. കുട്ടികളൊക്കെ ആയിട്ട് പോയി കാണാം. കാരണം അത്തരത്തിൽ രീതിയിലുള്ള ഓവർ ക്രൈം സീൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുപോലെ വേറെ ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ് ഓണത്തിന്. അപ്പോൾ ഈ കിഷ്കിന്ദ കാണ്ഡം എന്ന സിനിമയെക്കുറിച്ച് ആണുള്ള റിവ്യൂ ആണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് ഇത് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഒന്നിച്ച് ഫാമിലി ആയിട്ടിരുന്ന് പോയി കാണാൻ പറ്റുന്ന പടം തന്നെയാണ്. സോ ഇതിനകത്ത് എഡിറ്റ് ചെയ്തിരിക്കുന്ന സൂരജാണ്. നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മ്യൂസിക് മജീദ് എന്ന് പറഞ്ഞ ഒരാളാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി പറയുകയാണെങ്കിൽ ഈ പടം ഒരു ഓണത്തിനൊരു മികച്ച പടം തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു 7.5 ഔട്ട് ഓഫ് 10. സോ താങ്ക് യു. നമ്മളെ റിവ്യൂകളും മറ്റും ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ്.